ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ 135 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുമ്പോഴേ ഈ സാമൂഹിക സുരക്ഷാ മിഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 135 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന വയോമിത്രം പദ്ധതിയിൽ കോർഡിനേറ്റർ, മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ് എന്നീ തസ്തികകളിലാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ 3 ഫീൽഡുകളിലാണ് ഒഴിവ്. ഏതൊക്കെയാണ്? മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, അതുപോലെ തന്നെ കോർഡിനേറ്റർ. ടോട്ടൽ വന്നിട്ട് 135 വേക്കൻസീസ് ആണ്. അതിൽ മെഡിക്കൽ ഓഫീസറിൽ 75 വേക്കൻസീസും സ്റ്റാഫ് നഴ്സിൽ 40 വേക്കൻസീസും കോർഡിനേറ്ററിൽ 20 വേക്കൻസീസും ആണുള്ളത്. ഏപ്രിൽ 25 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ മെഡിക്കൽ ഓഫീസറാകുമ്പോൾ നമുക്കറിയാം MBBS വേണം. അതുപോലെ തന്നെ വിരമിച്ച ഗവൺമെൻറ് ഡോക്ടർമാർക്കും പാലിയേറ്റീവ് ട്രെയിനിങ് പൂർത്തിയാക്കിയവർക്കും മുൻഗണന ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി 65 വയസ്സാണ്. സാലറി വന്നിട്ട് 54,200 രൂപയാണ് മെഡിക്കൽ ഓഫീസറിനുള്ള സാലറി. ഇനി സ്റ്റാഫ് നഴ്സിൽ 40 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതിലെ യോഗ്യത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 50 വയസ്സാണ്. സാലറിയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 30,995 30,995 രൂപയാണ് സ്റ്റാഫ് നഴ്സിനുള്ള സാലറി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കോർഡിനേറ്ററിന് 20 വേക്കൻസീസ് ആണ്. സോഷ്യൽ വർക്കിൽ PG വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോർഡിനേറ്റർ ആവാൻ അവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 45 വയസ്സാണ് ഏജ് ലിമിറ്റ്. 32,560 രൂപയാണ് കോർഡിനേറ്ററിനുള്ള സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ മെഡിക്കൽ ഓഫീസറിനുള്ള സാലറി സ്കെയിൽ എത്രയാണ്? 54,200 രൂപ. സ്റ്റാഫ് നഴ്സിന് 30,995 രൂപ. കോർഡിനേറ്ററിന് 32,560 രൂപ. 2 ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യത്തെ എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷ, റിട്ടൺ എക്സാം ആണ്. രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ്. നമ്മളെല്ലാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാറ്. എന്നാൽ ഇത് ഓഫ്ലൈൻ ആയിട്ടാണ്. അതായത് നമ്മൾ അയക്കണം. കവറിന് മുകളിൽ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേരൊക്കെ രേഖപ്പെടുത്തിയിട്ട് തന്നിരിക്കുന്ന വിലാസത്തിൽ അയക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ബയോഡേറ്റ, വിശദമായ ബയോഡേറ്റ, യോഗ്യത, ജോലി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ, പൂജപ്പുര, തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്ക് ഒരു പിൻകോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 695012 എന്ന അഡ്രസ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കവറിന് മുകളിൽ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കണം. അതായത് ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ ആണെങ്കിൽ അത്, സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കോർഡിനേറ്റർ ആണെങ്കിൽ അത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഒരു ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 0471234120 എന്നുള്ളതാണ് ഫോൺ നമ്പർ. ആ ലിങ്ക് കൊടുക്കാം. www.socialsecuritymission.gov.in എന്നുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. കിഫ്ബിയിൽ 30 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിഫ്ബി എന്ന് പറയുമ്പോൾ എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ ടെക്നിക്കൽ റിസോഴ്സ് സെന്ററിൽ വിവിധ തസ്തികകളിലായിട്ട് 29 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരാർ നിയമനമാണ്. ഏപ്രിൽ 23 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഏതൊക്കെ ഫീൽഡുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂനിയർ കൺസൾട്ടൻറ്റ്, ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനിങ്, SSC എന്നുള്ള കാറ്റഗറിയിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ജൂനിയർ കൺസൾട്ടൻറ്റ് എന്ന് പറയുമ്പോൾ ജൂനിയർ കൺസൾട്ടൻറ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ, ജനറൽ സിവിൽ വർക്ക്സ്, ഇലക്ട്രിക്കൽ, VDC, GIS എന്നുള്ള ഫീൽഡുകളിലേക്കാണ്. അതായത് അതിന് യോഗ്യത പറയുന്നത് BTech സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സിൽ MTech PG ഡിപ്ലോമ പറയുന്നുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. സാലറി സ്കെയില് 37,500 ആണ്. ഓക്കെ. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻ ഇലക്ട്രിക്കൽ ആണ് പറയുന്നത്. അതായത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. സാലറി സ്കെയില് 32,500 ആണ്. ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, VDC, QACയിൽ തന്നെയാണ്. അതിൽ യോഗ്യത പറയുന്നത് ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത്. 25 വയസ്സാണ്. ഏജ് ലിമിറ്റ് 25,000 ആണ്. സാലറി സ്കെയിൽ. ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി ആണെങ്കിൽ SSC ആണെങ്കിൽ അതിൽ ക്വാളിഫിക്കേഷൻ സിവിൽ, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബിരുദം, ബന്ധപ്പെട്ട ഫീൽഡിൽ MTech വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനിയിൽ.
25 വയസ്സാണ്. സാലറി സ്കെയിൽ 25,000 തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനിവിടെ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. www.cmd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതുപോലത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.